ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ISROയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനാണ്. അത് LPSCയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റ് വന്നിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ലെവൽ ഓഫ് പേ എന്ന് പറയുന്നത് 7 ആണ്. അതായത് 44,900 മുതൽ 1,42,400 രൂപയാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് 11 വേക്കൻസീസ് ആണുള്ളത്. ഇലക്ട്രോണിക്സിന് 1 വേക്കൻസിയും. മെക്കാനിക്കലിൻ്റെ വേക്കൻസീസ് വന്നിരിക്കുന്നത് 2 ഡിവിഷനിലേക്കാണ്. ഒന്ന് വലിയമലയിലേക്കും ഒന്ന് ബാംഗ്ലൂരിലേക്കും. വലിയമലയിലേക്ക് 8 വേക്കൻസീസും ബാംഗ്ലൂരിലേക്ക് 3 വേക്കൻസീസുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ 1 വേക്കൻസി ഉള്ളുവെങ്കിലും അത് വലിയമലയിലേക്കാണ്. അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ജോബ് നേടാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1 വേക്കൻസി ഉള്ളൂ എന്ന് കരുതിയിട്ട് ആരും അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിന് ഏജ് റിലാക്സേഷനും ഉണ്ട്. നമ്മൾ നോർമലി പറയുന്ന ഏജ് റിലാക്സേഷൻ ഇതിന് ആപ്ലിക്കബിൾ ആണ്. പിന്നീട് സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇങ്ങനെ 2 പ്രൊസീജിയേഴ്സ് ആണുള്ളത്. സ്കിൽ ടെസ്റ്റിന് 90 മിനിറ്റിൻ്റെ 80 മാർക്കിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. അതിന് നെഗറ്റീവ് മാർക്കിങ്ങിന് 0.33 വെച്ച് കട്ടാവും. ഓരോ ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിലാണ് പോകുന്നത്. അതായത് 90 മിനിറ്റ് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസറിന് വരുന്നത്. 0.33യുടെ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ്, അതായത് സ്കിൽ ടെസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് റിട്ടൺ ടെസ്റ്റിൽ നമ്മളൊരു മിനിമം അവർ പറയുന്ന കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് പാസ് ആവണം. പക്ഷേ സ്കിൽ ടെസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിൽ എടുക്കുന്നതല്ല. അതായത് മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ ദ സ്കിൽ ടെസ്റ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ഫോർ ദ സെലക്ഷൻ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീയിലേക്ക് വരികയാണെങ്കിൽ 750 ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഫീമെയിൽ SC ST PWD എക്സ് സർവീസ്മാന് ഈ ഫണ്ട് റീഫണ്ടബിൾ ആണ്. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പം 12/8/2025 ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അതായത് 26/8/2025 വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതായത് 12-ാം തീയതി, ഓഗസ്റ്റ് മാസം 12-ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവും. ഓഗസ്റ്റ് മാസം 26-ാം തീയതി വരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കാതെ എല്ലാവരും തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. കാരണം ഓരോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പം OBC ആണെങ്കിൽ അതിൻ്റെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാതെ പോകും. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ആ ഒരു 1 വീക്കിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഇലക്ട്രോണിക്സുകാർക്കും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ VSSCയിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ ആ എക്സാമിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അവസരം കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവരും ഈ അവസരത്തിനായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ISRO ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ നേരത്തെ VSSCയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാ ട്രേഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. അതായത് മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ അങ്ങനെയൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ മെക്കാനിക്കലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് കവറേജും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, റെക്കോർഡഡ് സെക്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇൻറ്റൻസീവ് ട്രെയിനിങ് അപ് ടു എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായ എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.